അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കേട്ടോ. ഇന്ന് നമ്മൾ മൊത്തം ഒന്ന് ക്ലീനിങ് ആട്ടോ. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ നമ്മൾ ഓട്ടടയിട്ടൊന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം. അപ്പം ഓട്ടട എന്ന് ഞങ്ങളിവിടെ പറയണേ, ഇനി എന്തൊക്കെയാണെന്ന് പറയും. ഓരോ സ്ഥലത്ത് എന്തൊക്കെ പേരാന്ന് അറിയില്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ പച്ചരിയൊക്കെ അരച്ച് ഓട്ടട ചുടുകയാണ്. ഓട്ടട നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓട്ടട ചുട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാകുമ്പോൾ എന്താ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ചട്ടിയിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ അതിൻ്റെ ഇടയിലൂടെ എടുക്കാൻ പോകട്ടോ. പത്തിരി ആകുമ്പോൾ അതൊന്നും റെഡി ആവില്ലല്ലോ. പത്തിരിൻ്റെ അടുത്ത് നമ്മളങ്ങനെ നിൽക്കണമല്ലോ. അപ്പം ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ച് പിന്നെ ഞാനൊന്ന് പൊടി തട്ടട്ടെ എന്ന് വിചാരിച്ച്, മണ്ണാത്തമ്പര തട്ടുക എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒന്ന് 10 ദിവസം കൂടുമ്പോൾ ഒന്ന് മണ്ണാത്തമ്പര തട്ടി ഒന്ന് ക്ലീനിങ് ആക്കും, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഞാൻ ഇങ്ങനെ വേഗം ഓരോ റൂം ഇങ്ങനെ മണ്ണാത്തമ്പര തട്ടട്ടെ വിചാരിച്ച് അതിനായി ചട്ടിയിലേക്ക് ഒഴിച്ച് അതിൻ്റെ ഇടയിൽ പോയി ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ മക്കളെ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. എൻ്റെ ചെറിയ മോൻ്റെ റൂമാണ്, ഓൻ ഇവിടെ ഇരുന്നിട്ടാണ് പഠിക്കൽ കേട്ടോ. അപ്പോൾ അവൻ്റെ ബുക്കും കാര്യങ്ങളും അവൻ്റെ ടേബിളൊക്കെയാണ് അത് കേട്ടോ. അപ്പോൾ അവൻ്റെ കാര്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത്. ഭയങ്കര ഇഷ്ടമാണ് അവന്. ചെറിയ വണ്ടികൾ, എവിടെ വണ്ടി കണ്ടാലും വണ്ടികൾ ഇങ്ങനെ വാങ്ങി കൂട്ടും. എന്നിട്ട് അത് ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ എടുത്ത് വെക്കും. ഇനി അവൻ്റെ ടേബിളിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് നോക്കുക. ടേബിളിൻ്റെ ഉള്ളിലും അതേപോലെ അവൻ്റെ കുറേ വണ്ടികളുണ്ട്. അതിനൊക്കെ കളറും എടുത്തതാണ്. അപ്പോൾ അവൻ ഇന്നലെ മൊത്തം ഒന്ന് ക്ലീനാക്കി വെച്ച്. കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്, അതൊക്കെ ഒന്ന് ഒഴിവാക്കി. പിന്നെ ഇത് രണ്ടാമത്തെ മോൻ്റെ റൂമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ റൂമുള്ളതൊന്നും ഒക്കെ തട്ടി ഒതുക്കി എടുത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി ബാഗൊക്കെ സ്കൂൾ തുറക്കാനായല്ലോ, ബാഗൊക്കെ ഒന്ന് അലക്കി വൃത്തിയാക്കി വെക്കണം. എന്തോ എൻ്റെ ബുക്കും കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ +1 ആണ് പഠിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലറ പൈസകളുണ്ട്. അവന് സ്കൂളിൽ പോണ സമയത്ത് വണ്ടി ചാർജിന് വേണ്ടി അതിലേക്ക് ഇട്ടേക്കണത്, അതെടുത്ത് പൊയ്ക്കോളൂ സ്കൂളിലേക്ക്. അവൻ്റെ ടേബിളിൻ്റെ വെൽപ്പിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കട്ടോ. ഫോണ്, ചാർജർ, അവൻ്റെ ഒരു പേഴ്സ് ഉണ്ട്. ഫോണൊന്നും പിന്നെ എങ്ങോട്ട് പോകുമ്പോഴും കൊണ്ടുപോരാ. ഫോൺ ഞങ്ങളെപ്പോഴും പറയാലോ, ഫോണ് എന്തെങ്കിലും വെൽപ്പിൽ വെക്കാനുള്ളതാണോ എന്ന് ചോദിക്കും. പിന്നെ അടുത്ത വെൽപ്പിലുള്ളത് ഇത് കുറേ ഓർമ്മകളുള്ളതാണ്. അവൻ്റെ SLCൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഉണ്ട്, എല്ലാ മോഡലും. അതൊന്നും ഒഴിവാക്കാതെ അവൻ്റെ എല്ലാ പേപ്പറും കാര്യങ്ങളും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മദ്രസത്തതും ഉണ്ട് കേട്ടോ. അത് അവന് ഒഴിവാക്കൂല എന്ന് പറഞ്ഞത്, അവിടെ അങ്ങനെ എടുത്ത് വെച്ചതാണ്. പിന്നെ താഴെ നമ്മൾ കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചതാണ്, പൊട്ടുന്നതൊക്കെ അതിലേക്ക് എടുത്ത് വെച്ചതാണ്. പിന്നെ അവിടെ ജനന്മ കാണുന്നത് സംസം വെള്ളമാണ്. പിന്നെ കുറച്ച് ഷർട്ട് അവിടെ കൊളുത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നല്ല മഴ ഇതിനല്ലോ, അപ്പം ഞാൻ അവിടെ നേങ്കർമലാക്കി കൊളുത്തിയിട്ട് വെച്ചതാണ്. പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അതിൻ്റെ ഇടയിൽ മോൻ്റെ സൈക്കിളൊന്ന് എന്തായി, പഞ്ചറായി ടയർ. അപ്പോൾ ഓൻ അതിന് കാറ്റടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാറ്റടിച്ചാലൊന്നും ഇനി റെഡി ആവില്ല. ഏതായാലും സൈക്കിൾ കേടുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി സൈക്കിൾ കേടുന്നതുകൊണ്ട്. ഓനിങ്ങനെ അല്ലെങ്കിൽ സൈക്കിൾ എടുത്ത് ഇങ്ങനെ നടക്കും. നമുക്കൊരു ഇതാണ് സൈക്കിൾ എടുത്ത് പോണതുകൊണ്ട്. അതിൻ്റെ ഇടയിൽ വേഗം ഭക്ഷണവും കാര്യങ്ങളും ആക്കട്ടോ. ചോറ് വെച്ച് പിന്നെ അത് കുറച്ച് വെണ്ടക്കറി ഉണ്ട്, പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാറുണ്ട്. അപ്പോൾ അത് നമുക്കെല്ലാം ചോറും കറിയൊക്കെ വേഗം ആക്കി നമുക്കെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ, അടിച്ച് വാരി തുടക്കൽ, ഒന്ന് മൊത്തത്തിലൊന്ന് തട്ടി നന്നാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതുപോലെ വേഗം കിണറിന്ന് വെള്ളം കോരി എടുത്ത് വെക്കാം കേട്ടോ. ഞങ്ങളിങ്ങനെ വെള്ളം കോരലാണ്, ഞാൻ സ്പീഡ് ചെയ്തതാണ്. പിന്നെ കിണറിന് നല്ലോണം ഒന്ന് കുത്തി ഇളക്കിയാൽ നമുക്ക് കിണറിലെ വെള്ളം ഒന്ന് വൃത്തിയായി കിട്ടുമല്ലോ. അതിൻ്റെ ഇടയിൽ അലക്കണുണ്ട് വാഷിംഗ് മെഷീനിലിട്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കോരി വെച്ച് പിന്നെ നമുക്ക് മുറ്റത്തേക്ക് എന്നിട്ട് ഇറങ്ങി ഒന്ന് പുല്ലൊക്കെ ഒന്ന് പറിക്കാണ്ട്. ഒന്ന് മഴ ചെയ്തപ്പോഴത്തേനും പുല്ലൊക്കെ ഒന്ന് ഉണ്ടായിട്ടു. അതിൻ്റെ ഇടയിൽ നമ്മളെ മുളകുമരി കുറച്ച് മുളകൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്താണെന്നറിയില്ല, മുളകും തൈക്കൊന്നും ഒരു ഉഷാറില്ല, ഒക്കെ ഒരു ഉണങ്ങി നിൽക്കണ പോരുണ്ട്. അതിനൊക്കെ എന്താ മരുന്ന് അടിക്കണുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്താ നമ്മളതിനെ ഒഴിക്കേണ്ടതെന്ന്. അപ്പോൾ ഉള്ള മുളകൊക്കെ ഒന്ന് പറിക്കട്ടെ എന്ന് വിചാരിച്ച്. കാക്കച്ചി ഇങ്ങനെ കുത്തി കൊണ്ടുവരുന്നല്ലേ നമ്മൾ വേഗം പറിക്കുകയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ പറിച്ച് റെഡിയാക്കിക്കുകയാണ്. അപ്പം കുറഞ്ഞതേ ഉള്ളൂ, അന്നേരം നമ്മൾ ഉള്ളതൊക്കെ ഒന്ന് പറിച്ച് ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ കൂട്ടാമല്ലോ. അപ്പോൾ നല്ല ഇങ്ങനെയൊക്കെ മുളകൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. മുളക് ഇങ്ങനത്തെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടാകണത് എന്ത് പറ്റിയെന്ന് അറിയില്ല, എല്ലാത്തിനും ഒരു വാട്ടം പിടിച്ചിന്. വെള്ളം ഒഴിക്കാഞ്ഞിട്ടല്ല, ഇപ്പം നല്ല മഴയുണ്ടല്ലോ, എന്തോ ഒരു പൊടി വന്നിട്ടുണ്ടായി മുളകുമരി എന്നിട്ട് ഒക്കെ അവിടെ ഒരു ഉണങ്ങിയ പോലെ നിൽക്കണുണ്ട്. നല്ല ഉണ്ടമുളകിൻ്റെ തൈ ഒഴിച്ചിട്ട് ഇനി അതൊക്കെ ഉഷാറായിട്ട് അപ്പുറത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെണ്ട ഉണ്ട്, വെണ്ടയ്ക്കൊന്നും ഒരു ഉഷാറില്ല.
ഈ ഒരു ചെടി നമ്മളെ ഷുഗറിൻ്റെ ചെടി കേട്ടോ. അത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ അതിൻ്റെ തൂമ്പെടുത്ത് ഇങ്ങനെ കഴിക്കാമെന്ന് പറയും. പിന്നെ മറ്റേത് നമ്മൾ പിന്നെ ബിരിയാണിയിലൊക്കെ ഇടുന്നവരല്ല. ഇതിപ്പോൾ നമ്മളെ അപ്പുറത്ത് ഞങ്ങളിങ്ങനെ നമ്മളെ റോഡൊക്കെ ഒന്ന് നോക്കിയോണ്ടിരിക്കുക. അവിടെയുള്ള പട്ടിയും ഇതൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ അവിടെ അപ്പുറത്ത് കുറച്ചൊരു കാലി സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു കിണറുണ്ട്. ആ കിണറൊന്ന് ഇങ്ങനെ പിന്നെ ഒന്ന് ഫോട്ടോ എടുത്തത്. അവിടെ ഒരു മാവുണ്ട്. ആ മാങ്ങ ഉണ്ടോ നോക്കാൻ വേണ്ടി പോയതേനി. പിന്നെ കുറച്ച് മുരിങ്ങ കിട്ടി. അപ്പം മുരിങ്ങേൻ്റെ ഇലയൊക്കെ പറിച്ച് കൊണ്ടുവന്ന് പിന്നെ മോനുണ്ടാക്കി വെച്ചതാട്ടോ മാങ്ങ പറിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ്. മോനത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വേഗം എടുത്തൊന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ച്. എന്താ ടേസ്റ്റ്. നമ്മളെ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഒന്ന് മാങ്ങയൊക്കെ എടുത്ത് നിന്നിട്ട് മക്കളങ്ങനെ ഓരോന്നുണ്ടാക്കും. അതെടുത്ത് ഞാനങ്ങനെ കഴിക്കല്ല. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.